അല്ല, ആർ എന്നും കോൺഗ്രസിൻ്റെ ഭാഗമാണ്. ആറിനെ ആറിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കോൺഗ്രസ് പ്രസ്ഥാനമില്ലല്ലോ. ആർ കൃഷ്ണൻ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അനവരതം പൊരുതിയ ധീരസേനാനിയാണ്. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിൻ്റെ സ്ഥാപക നേതാക്കളിൽ പ്രമുഖനാണ്. പ്രഥമ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തിൽ സജീവ പങ്കാളിയായി. ക്വിറ്റ് ഇന്ത്യ പ്രമേയം അംഗീകരിച്ച ബോംബെ AICC സമ്മേളനത്തിൽ അദ്ദേഹം പങ്കെടുത്തു. നമ്മുടെ നാടിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായ പല ചലനങ്ങൾക്കും നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹം 1945-48 കാലത്ത് കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു. 52-54 തിരുക്കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു. കൊച്ചി നിയമസഭയിലേക്ക് എതിരില്ലാതെയാണ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. ഒരു മികച്ച പാർലമെൻറ്റേറിയൻ കൂടിയായിരുന്ന അദ്ദേഹം അക്കാലത്ത് വളരെ വിവാദപരമായിരുന്ന പത്രം തുടങ്ങണമെങ്കിൽ ലൈസൻസ് എടുക്കണം എന്നുള്ള നിബന്ധനയ്ക്കെതിരെ, വ്യവസ്ഥയ്ക്കെതിരെ ശക്തമായി പൊരുതി പത്രമാരണ നിരാകരണ ബില്ല് സഭ പാസ്സാക്കുന്നതിന് ശക്തമായി അദ്ദേഹം നേതൃത്വം കൊടുത്തു. അതുപോലെ തന്നെ ഭൂപരിഷ്കാര നിയമങ്ങളെക്കുറിച്ച് കേരളത്തിൽ ആദ്യകാലം മുതൽ തന്നെ ചിന്തിച്ച നേതാക്കളിൽ പ്രമുഖനാണ് അദ്ദേഹം. അദ്ദേഹം കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നപ്പോൾ തന്നെ വെറുംപാട്ടക്കാർക്ക് ഭൂമിയുടെ അവകാശം ലഭ്യമാക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ സമരം നടത്തി. കേരളത്തിൽ നിന്ന് അഭിമാനിക്കുന്ന ഭൂപരിഷ്കാര നിയമത്തിൻ്റെ അതിലേക്ക്, ആ സാഹചര്യത്തിലേക്ക് എത്തിച്ചതിൽ നിർണായക പങ്ക് അദ്ദേഹത്തിനുണ്ട്. കോൺഗ്രസ്സിന് നേതൃത്വം കൊടുത്തു, സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തു എന്നത് മാത്രമല്ല, തികഞ്ഞ ഗാന്ധിയനായിരുന്നു അദ്ദേഹം. 1925 മഹാത്മാഗാന്ധിയുടെ തൃശ്ശൂർ സന്ദർശനത്തോടനുബന്ധിച്ച് ഗാന്ധിജിയെ കാണാനാണ് അദ്ദേഹം ആദ്യമായി പുറത്തിറങ്ങി, വീട്ടിൽ നിന്നിറങ്ങിയത്. അത് സജീവ രാഷ്ട്രീയത്തിലേക്കുള്ള ഒരു മുന്നേറ്റമായിരുന്നു. അദ്ദേഹം സാഹിത്യകാരനായിരുന്നു, പത്രാധിപരായിരുന്നു. ദീനബന്ധു എന്ന പത്രം അദ്ദേഹം സ്ഥാപിച്ചു. മികച്ച സഹകാരിയായിരുന്നു. സഹകരണ പ്രസ്ഥാനത്തെ ദേശീയ തലത്തിൽ വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്കാണ് അദ്ദേഹം നിർവഹിച്ചത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ താല്പര്യമനുസരിച്ച് സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ച് കൂടുതൽ വിലയിരുത്തുന്നതിന് വേണ്ടി അക്കാലത്ത് ഇന്ത്യ ഗവൺമെൻറ് വിദേശത്തേക്ക് അയച്ച ടീമിൽ ആർ ഉണ്ടായിരുന്നു. സംസ്ഥാന സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ, ജില്ലാ സഹകരണ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ സഹകരണ മേഖല എങ്ങനെ ജനനന്മയ്ക്ക് വേണ്ടി പ്രയോജനകരമായി മാറ്റിയെടുക്കാം എന്ന് അദ്ദേഹം കാണിച്ചു തന്നു. ഖാദി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രചാരകനായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യ സമരകാലത്ത് മഹാത്മജി സമർപ്പിച്ച 18 കർമ്മ പദ്ധതി, അത് നടപ്പിലാക്കാൻ അദ്ദേഹം ആത്മാർത്ഥമായി ശ്രമിച്ചു. അവണിശ്ശേരി കേന്ദ്രമാക്കിക്കൊണ്ട് തന്നെ ആദ്യം കൊച്ചി ഗ്രാമവ്യവസായ അസോസിയേഷൻ രൂപീകരിച്ചു. പിന്നീട് കേരള ഖാദി ഗ്രാമ വ്യവസായ അസോസിയേഷൻ രൂപീകരിച്ചു. ഖാദി പ്രസ്ഥാനത്തെ ഒരു വലിയ ജനകീയ പ്രസ്ഥാനമാക്കുന്നതിന് നിർണായക പങ്കാണ് അദ്ദേഹം വഹിച്ചത് എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇങ്ങനെ ഗാന്ധിയൻ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ചും ആ കാലത്ത് ഗാന്ധിജി വെച്ച 18 പരിപാടിയുടെ മുഖ്യ ഭാഗമായിട്ടുള്ള അയിത്തത്തിനെതിരായുള്ള സമരം, ക്ഷേത്രപ്രവേശനത്തിന് വേണ്ടിയുള്ള സമരം, സാമൂഹ്യ തിന്മകൾക്കെതിരായിട്ടുള്ള സമരം, അതിലൊക്കെ സജീവ പങ്കാളിയായിരുന്നു. നേതൃത്വപരമായ പങ്കാണ് അദ്ദേഹം വഹിച്ചിട്ടുള്ളത്. തന്നെയുമല്ല, അദ്ദേഹം നേതൃത്വം കൊടുത്ത നിരവധി പ്രസ്ഥാനങ്ങൾ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു മേഖലയാണ് മദ്യവർജന പ്രസ്ഥാനം. ഗാന്ധിയുടെ സന്ദേശമനുസരിച്ച് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുന്ന ആ സന്ദർഭത്തിൽ തന്നെ മദ്യവർജനത്തിന് വേണ്ടി ശക്തമായ നിലപാട് അദ്ദേഹം സ്വീകരിച്ചു. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിലും മദ്യവർജനത്തിന് വേണ്ടി ശക്തമായി അദ്ദേഹം പൊരുതി. അദ്ദേഹം കെ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് രൂപീകരിച്ച ഉദയഭാനു കമ്മീഷൻ അംഗമായി അവസാനം അതിൻ്റെ നിഗമനങ്ങളോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്ന ഒരു തലത്തിലേക്ക് ഇവരെത്തുകയുണ്ടായി. മദ്യം
ഇന്നിപ്പോൾ ലഹരിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചർച്ച നടക്കുകയാണല്ലോ. പക്ഷേ മദ്യത്തിൻ്റെയും മയക്കുമരുന്ന്, മറ്റ് രാസലഹരി പദാർത്ഥങ്ങൾ, അതൊക്കെ ഇന്ന് സമൂഹത്തിൽ ചെയ്യുന്ന, തലമുറകൾ ചെയ്യുന്ന ദോഷങ്ങളെക്കുറിച്ച് വളരെ ദീർഘവീക്ഷണത്തോടുകൂടി അക്കാലത്ത് തന്നെ മദ്യം ഒരു മഹാവിപത്താണ് എന്ന അടിസ്ഥാന തത്വം അംഗീകരിച്ചുകൊണ്ട് ഗാന്ധിയൻ മാതൃകയിൽ അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ എത്രയോ മുൻകരുതലോടുകൂടിയായിരുന്നു, ദീർഘവീക്ഷണത്തോടു കൂടിയായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അടിസ്ഥാനപരമായി അദ്ദേഹം തികഞ്ഞ ഗാന്ധിയനാണ്. കോൺഗ്രസ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവൻ കോൺഗ്രസ് ആയിരുന്നു അദ്ദേഹം. അടിമുടി കോൺഗ്രസ് ആയിരുന്നു. കോൺഗ്രസ് അല്ലാതെ മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാൻ അദ്ദേഹത്തിന് ഒരിക്കലും ആവുമായിരുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വൈകാരികമായൊരു ബന്ധം കൂടി അദ്ദേഹവുമായിട്ടുണ്ട്. മഹാരാജാസ് കോളേജിൽ, എറണാകുളം മഹാരാജാസ് കോളേജിൽ എൻ്റെ അച്ഛൻ്റെ സഹപാഠി കൂടിയായിരുന്നു അദ്ദേഹം. അവർ ഒരേ ബെഞ്ചിലിരുന്നാണ് പഠിച്ചതെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. വി ആറും എന്നെ കാണുമ്പോൾ മാമ മാസ്റ്ററുടെ മകൻ സുധീരൻ എന്നുള്ളത് ഒരു പ്രത്യേക പരിഗണന എക്കാലവും എനിക്ക് നൽകാറുണ്ട്. ഈ രാജ്യത്തിൻ്റെ മോചനത്തിന് വേണ്ടി, സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയ മഹാരഥന്മാരായ നേതാക്കളുടെ മുൻനിരയിലാണ് അദ്ദേഹത്തിൻ്റെ സ്ഥാനം. കേരളം ഒരിക്കലും മറക്കാൻ പാടില്ലാത്ത, കേരളത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ആധുനിക കേരളത്തിൻ്റെ ശില്പികളിൽ എടുത്തു പറയാവുന്ന പ്രമുഖ സ്ഥാനം അദ്ദേഹത്തിനുണ്ട്. പ്രിയപ്പെട്ട വി ആറിൻ്റെ, എനിക്ക് എൻ്റെ പിതാവിനെ പോലെ ഞാൻ സ്നേഹിച്ചിരുന്ന, പ്രിയപ്പെട്ട, ഇപ്പോഴും സ്നേഹിക്കുന്ന, ആദരിക്കുന്ന പ്രിയപ്പെട്ട വി ആറിൻ്റെ പാവന സ്മരണകൾക്ക് മുന്നിൽ ഞാൻ സ്നേഹാദരങ്ങൾ അർപ്പിക്കുകയാണ്. വി ആറിൻ്റെ സ്മൃതി കുടീരത്തിൽ പുഷ്പാർച്ചന അർപ്പിക്കാൻ കോൺഗ്രസിൻ്റെ തന്നെ സമ്മതനായ നേതാക്കൾക്കൊക്കെ എത്തേണ്ടി വരുന്നത്, കാവിക്കൊടിയുടെ തണലിൽ ആയിരിക്കേണ്ടി വന്നത് ആരുടെ കാരണം കൊണ്ടാണ്? അത് വേദനിപ്പിക്കുന്നുണ്ടോ? അല്ല, വി ആർ എന്നും കോൺഗ്രസിൻ്റെ ഭാഗമാണ്. വി ആറിനെ മാറ്റി നിർത്തിക്കൊണ്ടൊരു കോൺഗ്രസ് പ്രസ്ഥാനമില്ലല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം എന്നും കോൺഗ്രസിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ നമുക്കറിയാം, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ നാടിൻ്റെ വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ആത്മാർത്ഥമായി കൃത്യമായി പ്രവർത്തിച്ച മഹാനാണ് അദ്ദേഹം എന്ന കാര്യത്തിലൊന്നും യാതൊരു സംശയമില്ല. ഈ സാഹചര്യമല്ല, നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയത്തിൻ്റെ ഒരു വില കുറഞ്ഞൊരു വശമാണ് ഇവിടെ കാണുന്നത്. വി ആർ കൃഷ്ണതച്ചൻ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് എന്ന് ചിലർക്ക് തിരിച്ചറിയാൻ വൈകിപ്പോയി. നമുക്കറിയാം, നമ്മുടെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ RSSനോ അതോടൊപ്പം ഉണ്ടായിരുന്ന ഹിന്ദു മഹാസഭയ്ക്കോ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി കാര്യമായി ബന്ധമില്ല. അവർ ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭത്തെ എതിർത്തവരാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ തള്ളിപ്പറഞ്ഞവരാണ്. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി അന്ന് അവർക്ക് വേണ്ടി പാദസേവ ചെയ്ത പാരമ്പര്യമാണ് അവർക്കുള്ളത്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പിൻഗാമികൾ ഇപ്പോൾ സ്വാതന്ത്ര്യ സമര നായകന്മാരെ ചൊല്ലി അവരെ അവകാശപ്പെടുത്താനും അവരെ ആദരവർപ്പിക്കാനും ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു മുൻകാലങ്ങളിൽ അവർക്ക് പറ്റിയ ഒരു തെറ്റ് തിരുത്തുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും എന്നാണ് തോന്നുന്നത്. ഇത് ഒന്നുമില്ല. ആരൊക്കെ എന്തൊക്കെ ശ്രമിച്ചാലും വി ആർ തന്നെയാണ്. വി ആർ കോൺഗ്രസ്സുകാരനാണ്, കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ കോൺഗ്രസ്സിന് വേണ്ടി ത്യാഗനിർഭരമായി പ്രവർത്തിച്ചതാണ്. അതുകൊണ്ട് വി ആറും കോൺഗ്രസുമായുള്ള ബന്ധത്തെക്കുറിച്ച് ഒരു ചർച്ചയ്ക്ക് തന്നെ പ്രസക്തിയില്ല എന്നാണ് എൻ്റെ അഭിപ്രായം.